ഹായ് ഹലോ. അപ്പോൾ ഇത് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ കിച്ചണിൽ ഹാജരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. കാലത്ത് ഒരു 4:30 മുതൽ ഒരു 7:30 ഞാൻ വീട്ടിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോകണ വരെയുള്ള എന്തൊക്കെയാണ് നമ്മൾ കിച്ചണിൽ കാട്ടിക്കൂട്ടുന്നതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതേ കിച്ചണിൽ കയറി ഉടനെ തന്നെ തലേദിവസം ഞാൻ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ നല്ല മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പുറത്തോട്ട് എടുത്തു വെച്ചു ഫ്രീസറിൽ നിന്ന്. അതിന് ശേഷം ഞാൻ എപ്പോഴും കുടിക്കാറുള്ള കണക്ക് കുറച്ച് എനർജി ഡ്രിങ്കോ അല്ലെങ്കിൽ എന്താ വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. നമ്മൾ ചെറുനാരങ്ങയും ഹണിയും പിന്നെ ആപ്പിൾ സൈഡർ വിനീഗർ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ തലേദിവസം ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചത് ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസും പിന്നെ ഗോബി മഞ്ചൂരിയനും കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ഈ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മോളായിട്ട് കളിച്ചിരുന്ന് എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ മോർണിംഗിൽ തന്നെ എല്ലാ വെജിറ്റബിളും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്രൈഡ് റൈസിലേക്കുള്ള 2-3 എഗ്ഗ് ഞാനിങ്ങനെ നല്ല കുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് നമ്മുടെ റൈസ് ഇട്ടു. എഗ് ഫ്രൈഡ് റൈസ് എല്ലാവർക്കും അറിയാമെന്നറിയാം, അതുകൊണ്ടായിട്ട് നമ്മളതിൻ്റെ റെസിപ്പി കാണിക്കാത്ത പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് കേട്ടോ. തലേദിവസം തന്നെ ഞാൻ റൈസ് പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ അതിന് ശേഷം കുറച്ച് പെപ്പറും പിന്നെ അതിന് ശേഷം നമ്മൾ കുത്തി വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ ഇതിലോട്ട് ചേർത്തിട്ട് കുറച്ച് നേരം കൂടി നമ്മൾ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേ നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ് റെഡി കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇന്നലെ മസാല കൂട്ടി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇത് ഇവിടെ നല്ല രീതിയിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു മൈദാക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഇച്ചിരി മൈദയിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളകും ഉപ്പിട്ടിട്ട് അതിൽ മുക്കി പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഗോബി പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര ടേസ്റ്റും ഭയങ്കരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഓരോ ഗോബി മഞ്ചൂരിയനും ഇതേ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഓരോ ബാച്ചായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ ചോദിച്ചു, ഇങ്ങനെ എന്താണ് യൂട്യൂബിൽ വ്യൂവേഴ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് അവർ സീരിയസ് ആയിട്ട് പറയുന്ന രീതിയിലാണോ കളിയാക്കി പറയുന്ന രീതിയിലാണോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി. പക്ഷേ അപ്പോഴും ഞാൻ ഓർത്തു, ഇപ്പം നമ്മുടെ മുൻനിരയിൽ വന്നിട്ടുള്ള യൂട്യൂബേഴ്സൊന്നും സ്റ്റാർട്ടിങ്ങിൽ അവരൊന്നും ഈ 1 മില്യൺ വ്യൂവേഴ്സായിട്ട് വന്നതല്ല. അവരുടെ ഹാർഡ് വർക്കും അവരുടെ പ്രയത്നവും അവരുടെ ഡെഡിക്കേഷൻ കൊണ്ടാണ് അവർ ഇത്ര ഉയർത്തിയത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നമുക്ക് കുറേ ദൂരം ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിനെ ആശ്വസിപ്പിച്ച് ആണ് കേട്ടോ ഞാൻ ഇന്ന് കിച്ചണിൽ കയറിയത്. ഇത് ഗോബി മഞ്ചൂരിയനിലേക്കുള്ള നമ്മളൊരു സോസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ചീരകവും നമ്മുടെ ഉണക്കമുളകും നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് പിന്നെ നമ്മുടെ സോയാ സോസ് എന്നിവ ചേർത്തിട്ട് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഒരു സോസ് ഉണ്ടാക്കുക. പിന്നെ അതിന് ശേഷം ഇത് നമ്മുടെ ക്യാപ്സിക്കം, സവോള, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് എന്നിവ ഇട്ടിട്ട് നല്ല രീതിയിൽ സോട്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ, ചിക്കൻ മഞ്ചൂരിയനിലെല്ലാം ഒരിക്കലും നല്ല രീതിയിൽ ക്യാപ്സിക്കം, സവാള ഒന്നും സോട്ടാവാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു മീഡിയം ഒരു ലെവലിൽ അത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടുണ്ടല്ലോ, സോസിൻ്റെ കൂട്ട് അതിലോട്ട് ഒഴിക്കുക കേട്ടോ. ഇതൊരു പ്രത്യേകം രുചി കേട്ടോ. നമ്മൾ നോർമലി ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന കണക്കല്ല. ഈ ഡ്രൈ ചില്ലി ഉണ്ടല്ലോ, ഉണക്കമുളക്, ആ ഉണക്കമുളകും പെരിഞ്ചീരകം സോക്ക് ചെയ്ത് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ, വേറെ ലെവലാണ്. അപ്പോൾ ഇങ്ങനെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാത്തവർ അടുത്ത പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ, വേറെ ലെവലായിരിക്കും, ഞാൻ ഗ്യാരണ്ടി. അതിനുശേഷം നമ്മുടെ പൊരിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ആ മസാലയും സോസും ഒക്കെ നമ്മുടെ കോളിഫ്ലവറിൽ പിടിക്കേണ്ട, അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കണം. പക്ഷെ പൊട്ടിപ്പോരുത് കേട്ടോ. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് കോൺഫ്ലവർ, അതായത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പച്ചവെള്ളത്തിൽ നല്ല രീതിയിൽ നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മൾ അലിയിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ആണ് കേട്ടോ ചേർക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിത് നമ്മുടെ മല്ലിയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ശരിക്കും പറയാലോ, ഈ ഫ്രൈഡ് റൈസും ഈ ഗോബി മഞ്ചൂരിയനും ഭയങ്കര കോമ്പിനേഷനായിരുന്നു കേട്ടോ. വേറെ ഒന്നും വേണ്ട, ഫ്രൈഡ് റൈസ് വേറെ ലെവലായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത് നമ്മുടെ ലഞ്ച് ഓൾറെഡി റെഡി ആയപ്പോൾ ഞാനിത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ ചാച്ചൻ്റെയും എൻ്റെ മോളുടെയും ഫേവറേറ്റ് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതേ നല്ലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക കേട്ടോ. നിങ്ങളുടെ മധുരത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്താൽ മതി. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ചൊരു പാക്കറ്റ് പാലൊഴിച്ച്, ഒരു പാക്കറ്റ് എന്ന് ഞാൻ കുഞ്ഞു പാക്കറ്റ് പാലാണ് കേട്ടോ, അതൊഴിച്ചതിന് ശേഷം അതിലോട്ടൊരു മുട്ട, പിന്നെ നമ്മുടെ
വാനില എസൻസും കൂടി പാകത്തിന് നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഈ അടിച്ചെടുത്ത നമ്മുടെ മിക്സ് ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മൈദ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഫുള്ള് മൈദ ഒറ്റയടിക്ക് ആഡ് ചെയ്യരുത്, കാരണം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മുടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വരണം കേട്ടോ. അന്ന് ഒത്തിരി ലൂസ് ആവാനും പാടില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മൈദ ആഡ് ചെയ്തിട്ട് അതിലോട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത്. അതിനുശേഷം ബേക്കിംഗ് പൗഡർ ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു സ്പൂണ് ആഡ് ചെയ്തു. അതിനുശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേ നമ്മുടെ പാൻ കേക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര എമ്മിയായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. എൻ്റെ മോൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ലാണ് നമ്മൾ കൊടുക്കാറ്. ചാച്ചൻ ചുമ്മാ കഴിക്കാറാണ് കേട്ടോ പതിവ്, നല്ല പാൽച്ചായയുടെ കൂടെ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. കാലത്ത് നമുക്ക് കുറച്ച് ബിസിയൊക്കെ ഉള്ള സമയം, അല്ലെങ്കിൽ ഹെവി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ലഞ്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ദിവസം നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐറ്റം ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇതേ നമ്മൾ തിരിച്ചിടുകയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചുമ്മയാണ് കഴിച്ചത് കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഡിഷായിരുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ചും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജോലി ചെയ്യുന്ന അമ്മമാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസം സൺഡേ ആയിരിക്കില്ലേ, കാരണം കുറച്ച് കൂടുതൽ നേരം ഉറങ്ങാമല്ലോ. സത്യമല്ലേ? അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 4:30 എഴുന്നേറ്റ് ഒരു 7:30 ആവുന്ന സമയത്ത് നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് സമയമില്ല, എല്ലാം ഒരു സമയത്തിൽ വരുന്നില്ല എന്ന് പറയുന്നവർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് കേട്ടോ പറയുന്നത്, ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ദിവസം ആരംഭിച്ചോളൂ. തലേദിവസം തന്നെ കിടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത് അതിലോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി ഭയങ്കര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് എല്ലാ ജോലിയും അവസാനിച്ച് ക്ലീൻ ചെയ്ത് ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാത്രമല്ല അപ്പുറത്തെ ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ലൊരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.